ഹലോ കൂട്ടുകാരെ, പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആദർശൻ അനിയനെയും കൂടി അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അനിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവിടുന്ന് പോലീസുകാരൻ പറയുന്നു, ഇത് സാറിൻ്റെ അനിയനല്ല, ഇത് സാറിൻ്റെ അനിയൻ മാഡത്തിന് വല്ലാത്തൊരു തലവേദന ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാഡത്തിന് മാത്രമല്ല ഞങ്ങൾക്കും വല്ലാത്തൊരു തലവേദന ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അനിയനെ ആദർശൻ അനിയും വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് നമ്മുടെ ദേവയാനി അനിയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ കാട്ടണത്, നീ ഇങ്ങനെ ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്ക് എത്ര വിഷമവും, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണതെന്നൊക്കെ പറഞ്ഞിട്ട് മേലേക്ക് പോകാൻ പറയുന്നുണ്ട്. പിന്നെ ദേവയാനി എന്നെ അതിനോട് പറയേണ്ട, മോളെ നീ നന്ദുവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇവൻ എത്ര തന്നെ അവളുടെ പിന്നിൽ കടന്ന് ചുറ്റിയാലും അവളെ മനസ്സ് മാറരുതെന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നത്, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട അമ്മേ, എത്രയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നാലും അവൾ പിന്നിൽ പോയിട്ടില്ലെങ്കിലും അനി അവളുടെ അടുത്തേക്ക് പിന്നെയും പോവല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അനാമികയാണ്. അനാമിക അവളുടെ അച്ഛനോടും അമ്മോടും പറയുന്നുണ്ട്, ഇത്ര കാലം നമ്മുടെ വല്യമ്മ എൻ്റെ പക്ഷമായിരുന്നു, ഇപ്പോൾ വല്യമ്മ മറുപക്ഷം ചാടി, ഇനി എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇനി എത്ര കാലം എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനിയെ കൊണ്ടുപോയ വിഷമത്തിൽ നന്ദു വല്ലാതെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. അനിയുടെ കാര്യത്തിൽ എന്താ ചെയ്യാമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.